വയനാട് ചൂരൽമല മുണ്ടക്കൈ ദുരന്തം കഴിഞ്ഞ് നാളിതുവരെയായിട്ടും കോൺഗ്രസ് പ്രഖ്യാപിച്ച വീടുകളുടെ എണ്ണത്തിൽ വ്യക്തതയില്ല. വയനാട് മുൻ MP രാഹുൽ 100 വീട്, കോൺഗ്രസ് 100 വീട്, യൂത്ത് കോൺഗ്രസ് 30 വീട് എന്നിങ്ങനെയായിരുന്നു പ്രഖ്യാപനം. എന്നാൽ ആകെ 100 വീടെന്ന് പിന്നീട് തിരുത്തുകയും ചെയ്തു. രാജ്യം കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നാണ് ചൂരൽമല മുണ്ടക്കൈ ദുരന്തം. ദുരന്തത്തിന് ശേഷം നിരവധി സംഘടനകളും വ്യക്തികളും സഹായത്തിനായി എത്തിയിരുന്നു. ദുരന്തത്തിൽപ്പെട്ടവർക്കായി 100 വീടുകൾ വെച്ചു കൊടുക്കുമെന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന. അതേസമയം കോൺഗ്രസ് 100 വീടുകളും യൂത്ത് കോൺഗ്രസ് 30 വീടുകളും വെച്ചു കൊടുക്കുമെന്ന വാഗ്ദാനം നൽകി. വീട് വെച്ചു നൽകാൻ യൂത്ത് കോൺഗ്രസ് പണം പിരിച്ചെങ്കിലും ഭവന നിർമ്മാണം മാത്രം എങ്ങും എത്തിയില്ല. സ്ഥലം പോലും കണ്ടെത്തിയില്ല എന്നുള്ളതാണ് വാസ്തവം. രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച 100 വീടുകളും യാഥാർത്ഥ്യമായില്ല. തുടർന്ന് വലിയ പ്രതിഷേധമാണ് കോൺഗ്രസിനുള്ളിൽ തന്നെ നടന്നത്. ജനുവരി 10-ന് ഭവന നിർമ്മാണ പരിപാടി ആരംഭിക്കുമെന്ന് MLA T സിദ്ദിഖ് പറഞ്ഞെങ്കിലും നടപ്പായില്ല. പിന്നീട് 10-ന് വ്യക്തത വരുത്താമെന്ന് മാറ്റിപ്പറയേണ്ടിയും വന്നു. 3 ഏക്കർ ഭൂമിയുടെ രജിസ്ട്രേഷൻ ഇന്ന് നടത്തുമെന്ന് പറഞ്ഞെങ്കിലും ഭൂമി എവിടെയാണെന്ന് MLAക്ക് പറയാനായിട്ടില്ല. യൂത്ത് കോൺഗ്രസ്, രാഹുൽ, കോൺഗ്രസ് എന്നിവർ പ്രഖ്യാപിച്ച വീടുകൾ ആകെ 100 എന്നാണ് ജില്ലാ കോൺഗ്രസിന്റെ ഇപ്പോഴുള്ള വാദം. മാത്രമല്ല, രാഹുലോ നിലവിലുള്ള MP പ്രിയങ്കയോ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായം നൽകിയതുമില്ല. കർണാടക സർക്കാർ നൽകിയ സഹായം രാഹുലും പ്രിയങ്കയും ഇടപെട്ട് ആണെന്ന് പറഞ്ഞാണ് ഈ ചോദ്യങ്ങളിൽ നിന്നും കോൺഗ്രസ് നേതാക്കൾ തടിയൂരുന്നത്. ജനം, വയനാട്.